രമാദേവിയെ ഇങ്ങനെ വിട്ട പറ്റില്ല. നരഭോജിയായിട്ടുള്ള ഒരു വന്യമൃഗ ഈ രമാദേവി. ഇതിനെ പിടിക്കാൻ ഒരു കെണി വെച്ചേ പറ്റൂ. പിന്നെ അവര് തലപൊക്കരുത്. കഴിക്കടി, പോയി കഴിക്ക. അയ്യോ, കഷ്ടമായി പോയല്ലോ ദക്ഷേ. ചോറും തോരനും, അതാണ് അവളുടെ ലഞ്ച്. എന്റെ വീട്ടിലെ പട്ടിക്ക് 3 നേരം മട്ടൻ കറിയാ കൊടുക്കുന്നത്. ഇതെങ്ങാനും പട്ടിക്ക് വെച്ച് കൊടുത്താ അത് ഓടിച്ചിട്ട് കടിക്കും. റേഷനരിച്ചോറും തോരനും കൊണ്ട് അവള് വന്നിരിക്കുക കോളേജ് ക്യാൻറ്റീനിലിരുന്ന് തിന്നാൻ. നാണമില്ലേടി നിനക്ക്? നാളെ മുതൽ ഇതും കൊണ്ട് യൂസ് ചെയ്യാതെ കിടക്കുന്ന ടോയ്ലറ്റിലോ ഓടക്കരികിലോ പോയിരുന്ന് കഴിച്ചാ മതി നീ. ഓഹോ, ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ സ്ഥാനം എന്നും പുറത്തല്ലേ രമേ? ഏ? അല്ല, ഞാനെപ്പോഴും തോട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചത്. ഓ, തോട്ടത്തിന്റെയും പൂക്കളുടെയും കാര്യങ്ങളും മാത്രം നോക്കിയാ മതിയോ? കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? അവരുടെ ഭാവി കാര്യങ്ങള് തീരുമാനിക്കണം. അതൊക്കെ നോക്കാനായി നീ ഉണ്ടല്ലോ. കാര്യങ്ങളെല്ലാം നീ തന്നല്ലേ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. സാധാരണ ഇതിലൊന്നും ഞാൻ ഇടപെടാറില്ലല്ലോ. പലപ്പോഴും നീ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുമില്ല. പക്ഷേ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ വരുമ്പോ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നമ്മള് രണ്ടാളും ചേർന്നിട്ടല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അർജുന്റെ കല്യാണ കാര്യത്തില് നമ്മൾ രണ്ടാളുടെ ആവശ്യമില്ലായിരുന്നല്ലോ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി കല്യാണം കഴിച്ചു. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് താൻ വെറുതെ വേവലാതിപ്പെടണ്ട. അവരുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോളൂ. അർജുൻ എടുത്തു ചാടി മണ്ടത്തരം കാണിച്ച് തെരുവിൽ കിടന്ന ഏതോ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുവെച്ച് മഹിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ലക്ഷ്മിയെപ്പോലെ കുടുംബ പാരമ്പര്യമില്ലാത്ത ഒരു പെണ്ണിനെ സ്വന്തം ഭാര്യയാണെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം നീ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം എന്നോടെന്തിനാ പറയുന്നത്? അർജുന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. എന്നാൽ മഹിയുടെ കാര്യത്തിൽ ആ തെറ്റ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മഹിയുടെ കല്യാണം ഉടനെ നടത്തണം. അതിന് നീ നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അതും 4 ആൾ അറിയുന്ന മന്ത്രിയുടെ മകള്. അവര് തമ്മിലുള്ള കല്യാണവും നമ്മൾ 2 കുടുംബക്കാരും തമ്മിൽ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുമുണ്ട്. പിന്നെന്തിനാ എത്ര ടെൻഷൻ? മഹിയുടെയും ദക്ഷയുടെയും കല്യാണം വൈകിക്കരുത്. അത് ഉടനെ തന്നെ നടത്തണം. ആ, ദേ അമ്മ വന്നല്ലോ. അമ്മയുടെ അഭിപ്രായം പറയട്ടെ. നീ അംഗീകരിക്കാത്ത ബന്ധമാണെങ്കിലും ഈ വീട്ടിലൊരു കല്യാണം നടന്നു തന്നെ ഉള്ളൂ. അതൊരു കല്യാണമല്ല, അബദ്ധമാ. എന്റെ മകൻ കാണിച്ച ആന മണ്ടത്തരം. അതൊരു കല്യാണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അവളെ ഞാൻ മനസ്സുകൊണ്ട് മരുമകളായിട്ട് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഈ വീട്ടിൽ
ഇനി ഒരു കല്യാണം നടക്കുമ്പോ അത് രാജകീയമായ ഒരു കല്യാണമായിരിക്കും. ആയിരങ്ങൾ അതിഥികളായി അതിൽ പങ്കെടുക്കും. കൂട്ടത്തിൽ വിളിക്കാത്ത പിച്ചക്കാരും വരും. അതിൽ ഒരു പിച്ചക്കാരിയായേ ഞാൻ ഐശ്വര്യയെ കണ്ടിട്ടുള്ളൂ. നിനക്കിപ്പൊ ഇങ്ങനെ പറയാം, പക്ഷേ മഹിയുടെ കല്യാണം നടക്കുമ്പോ അർജുന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിനക്കങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. നീ ഇനി പരസ്യമായി ലക്ഷ്മിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അർജുൻ അത് കണ്ട് മിണ്ടാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? അമ്മയുടെ ആജ്ഞകൾ കണ്ണടച്ചനുസരിക്കാൻ അവൻ മഹിയല്ല, അത് നീ മറക്കരുത്. ലക്ഷ്മിയെ നീ പരസ്യമായി അപമാനിച്ചാൽ അർജുൻ പ്രതികരിക്കും. വിവാഹവേദി അലങ്കോലമാകും. രമേ, അർജുന്റെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മഹിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇത് എന്റെ അഭിപ്രായം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്തിരിക്കും. വാമേ. രമാദേവിയെ ഇങ്ങനെ വിട്ട പറ്റില്ല. നരഭൂജിയായിട്ടുള്ള ഒരു വന്യമൃഗ ഈ രമാദേവി. ഇതിനെ പിടിക്കാൻ ഒരു കെണി വെച്ചേ പറ്റൂ. പിന്നെ അവര് തലപൊക്കരുത്. അതുപോലൊരു കെണി ഞാൻ ഒരുക്കി കഴിഞ്ഞു.